ഇപ്പോൾ ബിഗ് ബോസിൽ ഷഡ്ഡി മോഷണം വരെ വളരെ വ്യാപകമായി നടന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നമ്മൾ ഹോട്ട്സ്റ്റാറിലെ എപ്പിസോഡിലൊന്നും ഇതൊന്നും ആരും കാണിക്കത്തുമില്ല, ഒരു സൂചന പോലും ഇല്ല. അപ്പോൾ ഇത് ബിഗ് ബോസിൽ നിന്ന് പുറത്തായ മത്സരാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പരാമർശങ്ങളിലൂടെ പറയുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ സിജോയാണ് തൻ്റെ ഷഡ്ഡികൾ മോഷ്ടിക്കപ്പെട്ട കാര്യം പുറത്ത് പറയുന്നത്. അത് എന്താണ് കൃത്യമായി പറഞ്ഞത്, ആരാണ് മോഷ്ടിച്ചതെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 1.5-2 മാസം മുമ്പ് ജിൻഡോയും ഇതേപോലെ ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിരുന്നു. അവിടെ എല്ലാവരും കൂടി നിൽക്കുമ്പോഴാണ് ജാസ്മിനും റസ്മിനും ഒക്കെ ഉള്ള ശ്രീതുവൊക്കെ ഉള്ളപ്പോഴാണ് പറഞ്ഞത്. അതായത് ഈ ബാത്റൂമിൽ സീറ്റ്, ആ ബാത്റൂമിൻ്റെ സീറ്റ് ആരോ തല്ലി പൊളിക്കുന്നുണ്ട്. അത് പരാതിപ്പെട്ടിട്ട് 1.5 ആഴ്ചയ്ക്ക് ശേഷമാണ് അത് മാറിവെച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതാരോ പൊട്ടിച്ചു, ആ സീറ്റ് തല്ലി പൊട്ടിച്ചു എന്നുള്ളതാണ് ജിൻഡോ പറയുന്നത്. അതുപോലും ആരാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നു വെച്ചാൽ ക്യാമറ ഇല്ലല്ലോ. അപ്പോൾ ഇതേപോലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം അവിടെ പല പ്രാവശ്യം നടന്നിട്ടും അത് പിടിക്കാൻ സാധിച്ചില്ല എന്നാണ് വാസ്തവം. അപ്പോൾ ഇനി നമുക്കിവിടെ ഈ ഷഡ്ഡി മോഷണത്തിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ കേൾക്കാം. സായിയാണ് സിജോയോട് തൻ്റെ 4 ഷഡ്ഡി വെച്ച് 1 മാസം ബിഗ് ബോസിൽ കഴിച്ചുകൂടിയ കഥ പറയാൻ, ഷഡ്ഡി കഥ തുറന്ന് പറയാൻ പ്രേരിപ്പിച്ചത് സായി തന്നെയാണ്. അപ്പൊ സിജോ എന്താണ് പറഞ്ഞതെന്ന് ഇതാ കേൾക്കാം. ഞാൻ ബിഗ് ബോസിലേക്ക് രണ്ടാമത് വന്നില്ലേ, രണ്ടാമത് 40 ഞാൻ വന്നേ. ഞാൻ വന്ന സമയത്ത് അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എന്റെ വീട്ടുകാർക്ക് അറിയില്ലെന്ന് വിചാരിച്ചു ഞാൻ വന്ന കാര്യം. കാരണം എനിക്ക് ഡ്രസ്സില്ല രണ്ടാമത് വന്നപ്പോഴേക്ക്. അതായത് ഞാൻ കൊണ്ടുവന്ന 2 ആഴ്ച ഡ്രസ് ഉണ്ട്, മെയില് നമുക്ക് എന്റെ ഷഡ്ഡി ഇല്ല, ഹിന്നവേറില്ല. അപ്പൊ ഞാൻ ആദ്യം ഓർത്ത് എനിക്കൊരു 12 ഉണ്ട്. 12 ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുകയാണ്, മാറി കഴിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് 2 കാണുന്നില്ല. പിന്നെ തപ്പി നോക്കിയപ്പോഴേക്കും അർജുൻ 2 ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അർജുന്റെ അടുത്ത് 2 കിട്ടി, ബാക്കി 10 ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അലക്കി പുറത്ത് വെയിലത്തിട്ട് അത് കഴിഞ്ഞ് പിന്നെ എന്റെ വീണ്ടും 2 മിസ്സായി. അങ്ങനെ ഞാൻ പിന്നെ 8 ആയി, പിന്നെ 1 കൂടെ മിസ്സായി 7 പേരിന് ഞാൻ കൃത്യമായിട്ട് ആഴ്ച കൊണ്ട് ഓടിച്ചിട്ടിരിക്കുകയാണ്. 1 ഇടും 6 വലക്കും, അങ്ങനെ ഞാൻ പോയി. അപ്പൊ സെക്കൻഡ് വീക്ക് കൂടി ഞാൻ പറയാൻ തുടങ്ങി എനിക്ക് ഷഡ്ഡി കിട്ടണം. ഇപ്പൊ ഞാൻ ആദ്യത്തെ ആഴ്ച പറഞ്ഞു കിട്ടിയില്ല, 2ാമത്തെ ആഴ്ച പറഞ്ഞു കിട്ടിയില്ല, 3ാമത്തെ ആഴ്ച പറഞ്ഞു കിട്ടിയില്ല. അങ്ങനെ 4 ആഴ്ച ഞാൻ എന്റെ 7 കൊണ്ട് ഓടിച്ചു. അങ്ങനെ അത് ഒരു 4ാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടാണ് ജനങ്ങൾ 7 കുറച്ച് കൂട്ടി പറഞ്ഞാണ് 3 അത് നിങ്ങൾ പുറത്തിറങ്ങുന്നതാണ്. അത് മനസ്സല്ലേ, അത് നമുക്ക് ആ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, അർജുൻ എന്തിനും 2 ഒളിപ്പിച്ചു എന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. അത് പുറത്തിറങ്ങിയിട്ടാണ് എനിക്ക് ചോദിക്കാനുണ്ട്, എന്തിനാണ് 2 ഒളിപ്പിച്ച് വെച്ചു എന്നുള്ളത്. അവന്റെ എനിക്ക് ചോദിക്കണം, ഇറങ്ങേണ്ടത് അകത്തോന്ന് ചോദിക്കാനോ, അതൊന്നും ചോദിക്കാം. പക്ഷെ പുറത്ത് നിങ്ങൾ അറിയണമെങ്കിൽ പുറത്തൊന്നും ചോദിക്കണം. അകത്ത് ഇത് അറിയത്തില്ലല്ലോ. എന്തായാലും പുറത്തുണ്ട്. എന്തായാലും ഇതേപോലെ വിദഗ്ധമായിട്ട് ആരും അറിയാതെ 7 ഷഡ്ഡി മോഷ്ടിച്ച അയാൾക്ക് തന്നെയാണ് ഈ ബിഗ് ബോസിന്റെ കിരീടം ചൂടാൻ അർഹതയുള്ളത്. ഇത്രയും ക്യാമറകളുടെയും ജനശ്രദ്ധയുടെയും ഇടയ്ക്ക് ഇതുപോലെ മോഷണം നടത്തി ആരും അറിയാതെ അത് ഒളിപ്പിക്കാൻ സാധിച്ചെങ്കിൽ അത് 1.5 ഒരു കഴിവുള്ള വ്യക്തി തന്നെയാണ്. മാത്രമല്ല ആ ബാത്റൂമിൽ പല അതിക്രമങ്ങളും കാണിച്ചിട്ട് ഈ പ്രോപ്പർട്ടി നശിപ്പിച്ചിട്ടും അതും പിടികൂടാതാവാതെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ധൈര്യവും വല്ലാത്ത ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്.